مولانا العلي العظيم الخلق كلهم عيال الله صدق رسوله المصطفى الأمين صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ എന്നെ ഈ നിലയിലേക്കും ആത്മീയമായ പ്രഭാഷണ വേദികളിലേക്കും അറിവിന്റെ തീരങ്ങളിലേക്കും കൈപിടിച്ചുയർത്തിയ ബഹുമാനനും ആദരണീയനുമായ അൻവർ വാക്കവി ഉസ്താദ് അവറുകൾ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തരികയും അല്ലാഹു തന്ന ഭൗതിക ലോകത്തിന്റെ അനുഗ്രഹങ്ങളെ ആഖിറത്തിന്റെ മേന്മയ്ക്കു വേണ്ടി മാറ്റിവെക്കാൻ പരിശ്രമിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ബഹുമാനനും ആദരണീയനുമായ സലീം ഉസ്താദ് അറിവ് വെച്ച നാൾ മുതൽ സാധുക്കൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ സങ്കടം കാണുമ്പോൾ അലിഞ്ഞ് ഇല്ലാതായി അവരോടൊപ്പം ഒരു മെഴുകുതിരി പോലെ ഉരുകിത്തേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയ കൂട്ടുകാരൻ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയായി മനസ്സിൽ ഉദിക്കുകയും ഈ ചർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം തരികയും ചെയ്യുന്ന സഫീർ മന്നാനി ഉസ്താദ് അവറുകൾ, അൽഹംദുലില്ലാഹ് ഇവിടുത്തെ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആതുരാലയത്തിലെ പ്രിയപ്പെട്ട സ്റ്റാഫുകളായ സഹോദരി സഹോദരങ്ങൾ, ആംബുലൻസ് ഓടിക്കുന്നതിനും ഇവർക്ക് ഭക്ഷണത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ടത് പരിഹരിക്കുന്നതിനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഷൈജു ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതര മതങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. അതിലുപരി ഇവിടുത്തെ പഞ്ചായത്തുമായി വാർഡൊക്കെയായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന ധാരാളം അന്യമതസ്ഥരായ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുകയും വലിയ രോഗങ്ങളിൽ നിന്ന് അവരെയും നമ്മെയും അള്ളാഹു കാക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ വീടിന്റെ അകത്ത് 10-11 വർഷമായി കിടന്ന് രോഗത്തിന്റെ വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നവരാണ് ഈ ആതുരാലയത്തിലുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ വേദന അവർക്ക് സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും ഇടപെടാനും ഇല്ലാതായിരുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വേദന എന്നത് അവരിവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്. വീൽ ചെയറിൽ ഈ സ്റ്റേജിന്റെ പുറകിലിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, പേര് ഞാൻ പറയുന്നില്ല, എല്ലാ സ്റ്റേജിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ ആ സഹോദരൻ വന്നിരിക്കുന്നത് വലിയ ആവേശത്തിലാണ്. അള്ളാഹു ഇങ്ങനെ ഒരു പ്രസംഗവും ഇങ്ങനെ ഒരു ദുആയും ഈ സദസ്സും ഒക്കെ ഉസ്താദെ നമ്മുടെ മുമ്പിൽ, നമ്മൾ താമസിക്കുന്ന ആതുരാലയത്തിന്റെ മുമ്പ് വെച്ച് നടത്തുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് വലിയ സ്റ്റേജിലൊന്നും വരാനും ഒരു ഉസ്താദുമാടെ പ്രസംഗം കേൾക്കാൻ പോകാൻ ഒന്നിനും കഴിയില്ല. ഇന്ന് അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ് ഈ സ്റ്റേജിന്റെ ഏറ്റവും പുറകിൽ ആതുരാലയത്തിന്റെ ഫ്രണ്ടിൽ വീൽ ചെയറിൽ ഇരുന്ന് കണ്ണുനീരോട് ത്തിന് വേണ്ടി, കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ ഏറ്റെടുക്കുമോ? നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത് തരാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ, യഥാർത്ഥത്തിൽ ഒരു ആതുരാലയം ഒരു വാടക ബിൽഡിംഗിൽ തുടങ്ങി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അത് പുറമെ അറിയിക്കാതെ അതിനെ സസന്തോഷം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടൊരു ഭൗതിക നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ സ്വന്തം പേരിൽ ആ വസ്തു രജിസ്റ്റർ ചെയ്ത് നമ്മൾ എടുത്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിലാക്കി. പിന്നെ അദ്ദേഹത്തിന് അതിൽ അവകാശമില്ല. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മൾ അതിനെ അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്താതെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്തത്. അദ്ദേഹം ചിലപ്പോൾ ലൈവായി, ഈ പ്രോഗ്രാം ഇപ്പൊ ലൈവായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിതൊരു ചെറിയ സദസ്സാണ് എന്ന് കരുതണ്ട. ഇവിടെ ഞാനിന്ന് വന്നത് നിങ്ങൾ ഇത്രയും ആളുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. 10 ആളാണെങ്കിലും ഇത് ഈ രോഗികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ഇരുന്ന് ദുആ ചെയ്യാൻ അള്ളാഹു എനിക്ക് തന്ന ഭാഗ്യം, ആമീൻ പറയാൻ തൗഫീഖ് ചെയ്തവരിവിടെ ഉണ്ടാവും എന്ന ആഗ്രഹത്തിലാണ് വന്നത്. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാവും.
അദ്ദേഹം ഒരു പോലീസുകാരനാണ്. അദ്ദേഹം അതിനുവേണ്ടി നിയത്ത് ചെയ്തതാണ് അത്രയും വസ്തു. പക്ഷേ നമുക്കത് പെട്ടെന്ന് ഏറ്റെടുത്ത് അവിടെ ഒരു ആതുരാലയം കെട്ടി അത് നോക്കുന്നതിനും കുറെ ആളുകളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. തുടക്കത്തിന്റെ ആവേശത്തിൽ കുറെ ആളുകൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതിനെ അവസാന സമയം വരെയും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു കഴിവും അതിനുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്തണം. അപ്പൊ ഇതിന്റെ കൂടെ അത് ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത് ഏകദേശം രോഗികളൊക്കെ നിറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങൾ സന്തോഷമായിട്ട് പോകുന്നെങ്കിൽ മാത്രമേ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കൂ എന്ന് പറഞ്ഞു മാറ്റി. കാരണം ഇത് നമ്മുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ 14 ജില്ലകളിൽ 7 സ്ഥലത്ത് നമുക്ക് ഈ സ്നേഹസാഗരം ആതുരാലയം ഉണ്ടാകണമെന്നത് മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലബാറിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ രോഗികൾ നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിലും ഇവിടെ ഈ ആതുരാലയത്തിലും ഒക്കെ അപേക്ഷകളുമായിട്ട് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ എന്ത് കാരുണ്യമാണ് ലോകത്ത് ചെയ്യുന്നതെന്ന് തോന്നി. ഇന്നത്തെ ദിവസം എന്റെ വീട്ടിൽ വന്ന 10-14 രോഗികളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ആരും അവർക്കൊരു പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇത്ര രോഗികൾ, ഇത്രയും കഷ്ടത അനുഭവിക്കുന്നവർ നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുണ്ട് എന്നറിഞ്ഞിട്ട് വേണം ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ. ഇനി നമ്മൾ നമ്മുടെ മക്കൾക്ക് പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ ഒരു 10 പ്രാവശ്യം സ്വയം നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയണം, അല്ലാഹുവേ, ഒരു ഗതി പോലും ഇല്ലാത്തവർ നമ്മുടെ നാട്ടിൽ 100 കണക്കിനുണ്ട് സഹോദരങ്ങൾ. നമ്മൾ അറിയുന്നില്ല, സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മൾ അറിയില്ല, നമ്മൾ അവരെ അന്വേഷിച്ച് കണ്ടെത്തണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ വീട്ടിലിരുന്നത് കൊണ്ടോ പള്ളിയിലിരുന്നത് കൊണ്ടോ ഒന്നും അവരെ നമ്മൾ അറിയാൻ പോകുന്നില്ല. ഇപ്പൊ ഇത് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞത്, ഒരു പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ കാലിന്റെ മുട്ടിന് മുകളിലേക്ക് തുണി കയറ്റി വെച്ചിട്ട് കാല് അപകടം പറ്റിയ ഭാഗം പുറത്ത് കാണിച്ച് ക്യാമറാമാനെ കൊണ്ട് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ എന്തിന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഉമ്മയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഈ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ. എന്നിട്ട് വലിയ അപേക്ഷ എഴുതി, ഒരുപാട് കത്തുകൾ എഴുതി. എന്റെ പേര് പോലും അവർക്ക് എഴുതാൻ അറിയില്ല. വാക്കവി എന്ന് എഴുതിയതൊക്കെ ധാരാളം, പിന്നെ വായിച്ചാൽ നമുക്ക് സങ്കടം വരുന്ന രീതിയിലാണ് അക്ഷരം. ആരെയോ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. എന്നിട്ട് അത് എഴുതി, അതിന്റെ ഇടയിൽ കുറെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഈ സങ്കടം കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞു, നമുക്ക് ഇതിനെ എവരെ ആതുരാലയത്തിലേക്ക് കൊണ്ടുപോയാലോ, ഇന്നെന്തായാലും നിങ്ങൾ വൈകുന്നേരം അവിടെ പോവാണ്, അപ്പോ അവിടെ പോയി ഒന്ന് കണ്ട് അവരെ കൊണ്ടുവന്നാലോ. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നമ്മുടെ സ്നേഹസാഗരം ആതുരാലയത്തിലേക്ക് നിങ്ങളെ ഏറ്റെടുത്താൽ നിങ്ങളുടെ ചികിത്സ, അവിടെ വായിലൊക്കെ വ്രണമാണ്, വയറ്റിൽ വ്രണമാണ്, പിന്നെ ക്ഷീണമാണ്, നടക്കാൻ വയ്യ. ഓട്ടോറിക്ഷ പിടിച്ചാണ് അവർ വീട്ടിലേക്ക് വന്നത്. ഒരു ഗതിയുമില്ല, വളരെ വിഷമത്തിലാണ്. അപ്പൊ അവരെ ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ മറുപടി, എന്റെ മക്കൾക്ക് അതൊരു സങ്കടമാകില്ല എന്നാണ്. അവർക്ക് അതൊരു പ്രയാസമാകും. ഞാനൊരു ആതുരാലയത്തിൽ പോയി കിടക്കുമ്പോ എന്റെ മക്കൾക്കൊരു പ്രയാസം. അവര് തരട്ടെ തരാതിരിക്കട്ടെ, അവര് സഹായിക്കട്ടെ സഹായിക്കാതിരിക്കട്ടെ, അതൊന്നുമല്ല വിഷയം. എന്റെ മക്കളുടെ മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല. ഇതാണ് ഉമ്മ എന്ന് പറയുന്ന മഹാത്ഭുതം. ഇതിന് പകരം വെക്കാൻ ലോകത്ത് ഒരു ആതുരാലയങ്ങൾക്കും കഴിയില്ല. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മുടെ വീട്ടുപടിക്കലിൽ വന്ന് യാചിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയും, ഞാൻ എന്ത് ചെയ്യും? എന്റെ വീട്ടിന്റെ മുമ്പിൽ ഈ വരുന്നവരെയും അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോകുമ്പോ ഈ കാണുന്നവരെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? അതിനൊരു മറുപടിയാണ്, പറ്റുന്നത് ചെയ്യാൻ പരിശ്രമമാണ് ഈ സ്നേഹസാഗരത്തിലൂടെ. അല്ലാതെ ലോകം മുഴുവനും നന്നാക്കി കളയാം, രോഗികളെ മുഴുവനും ഒഴിവാക്കി കളയാം എന്നുള്ള ധാരണയൊന്നുമല്ല. ഒരു വ്യക്തിയെ കൊണ്ട് പറ്റുന്ന, അല്ലെങ്കിൽ ഒരു 3-4 ആളുകളെ കൊണ്ട് പറ്റുന്ന ഒരു കാരുണ്യ പ്രവർത്തനം, അത് മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ തീരുമാനിച്ചിട്ട്, അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ ആക്ഷേപങ്ങൾ കേട്ടാലും പരിഹാസങ്ങൾ കേട്ടാലും അത് ഇൻഷാ അല്ലാഹ് ചെയ്യാനുള്ള ഒരു വലിയ തീരുമാനത്തിൽ ഇറങ്ങിത്തിരിച്ചതാണ്. അതിറങ്ങിത്തിരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, എല്ലാവരും ഇതിന് കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും, ഒരാള് പോലും മനസ്സിൽ കാരുണ്യമില്ലാത്തവരില്ല. ഇന്നലില്ലാഹി മിഅത്ത റഹ്മ, അല്ലാഹുവിന് 100 കാരുണ്യമുണ്ട് പടച്ചതമ്പുരാന്റെ അടുത്ത്. അതിൽ ഒരു കാരുണ്യം മാത്രമാണ് അല്ലാഹു ഈ ലോകത്ത് മുഴുവനും അല്ലാഹു കൊടുത്തിരിക്കുന്നത്. പടച്ചവന്റെ ഒരു കാരുണ്യമാണ്. ഇന്ന് ഞങ്ങൾ ഈ രോഗികളോട് കാണിക്കുന്ന കാരുണ്യവും
നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കാണിക്കുന്ന കാരുണ്യവും, അറഫ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അവരെ മുമ്പിലേക്ക് വരുന്ന രോഗികളോട്, അവിടുത്തെ നഴ്സുമാർ അവരുടെ ആ ദുരാലയത്തിലേക്ക് വരുന്ന, ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളോട് കാണിക്കുന്ന കാരുണ്യവും എല്ലാം കോഴിക്കുഞ്ഞിനോട് തള്ള കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും മുഴുവനും ഈ ഒരു കാരുണ്യത്തിൽപ്പെട്ടതാണ്. ബാക്കി 99 കാരുണ്യം അള്ളാഹുവിന്റെ പക്കൽ നിക്ഷിപ്തമാണ്. അതിന് അള്ളാഹു നമുക്ക് തരുന്നത് ഈ കാരുണ്യത്തെ വേണ്ടതുപോലെ ഉപകാരപ്പെടുത്തുമ്പോഴും ഉപയോഗപ്പെടുത്തുമ്പോഴുമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഇത് ഒരു വ്യക്തിയുടെ വിജയത്തിനുള്ളതാണ്. ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു സംഘടനയുടെയോ ഒന്നുമല്ല. ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ സ്വന്തം വിജയമാണ്. ഇവിടെ വന്ന് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ വരുമെന്ന് പറഞ്ഞത് ഉസ്താദിന്റെ വിജയം, ആഖിറ ലോകത്തെ വിജയം മനസ്സിൽ കണ്ടിട്ടാണ് വരുന്നത്. ഉസ്താദ വരുന്നത് കൊണ്ട് വിജയം നമുക്കല്ല, ഉസ്താദ വരുന്നത് കൊണ്ട് വിജയം ഉസ്താദിന്റെ കുടുംബത്തിനല്ല. ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തി 2 കാലുകൾ വെച്ച് നടന്ന് ഈ ആതുരാലയത്തിലേക്ക് വരുമ്പോൾ, ഒരു രോഗിയെ കാണാൻ പോകുമ്പോൾ 70,000 മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുമെങ്കിൽ, ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി അവരെ കാണാനും അവർക്ക് പരിചരണം കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകുന്നു എന്ന് പരിശോധിക്കാനും വരുന്നവർക്ക് എത്ര മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും. ഇന്നൊരു പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മയാണ് ഇവിടെ കഞ്ഞി വെച്ചു കൊണ്ടുവരുന്നത്. ഇന്ന് നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ ഇതിന്റെ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് പടച്ചതമ്പുരാൻ നല്ല കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഒരു കഞ്ഞി വെക്കുന്നതിന് ചിലപ്പോൾ വലിയ പൈസ ഒന്നും ആവില്ല. പക്ഷേ ഒരാള് പരിശ്രമിച്ച് അടുപ്പത്തിരുന്ന് അത് തയ്യാറാക്കി പാകം ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, നമ്മൾ ആരെങ്കിലും ഒരാൾ ഇന്ന് മാരിവിന്റെ സമയത്ത് ഒരു തുള്ളി അത് കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ കിട്ടുന്ന കൂലി നിസാരമാണോ സഹോദരങ്ങളെ? ഒരു കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലല്ല, ഒരിക്കലുമല്ല സഹോദരങ്ങൾ. ഞാന് ബഹുമാനപ്പെട്ട സഫീർ ഖാൻ ഉസ്താദിനോട് ചോദിച്ചതാണ്, ഇന്നിപ്പോ നമ്മൾ എന്ന് പരിപാടി വെച്ചാലും നോമ്പാണല്ലോ. കഴിഞ്ഞ മാസം 11-ാം തീയതി പരിപാടി വെച്ചു, അന്ന് അറഫ നോമ്പായിരുന്നു. ഇന്നിപ്പോ പരിപാടി വെച്ചു, അത് മുഹറം 10ആയി. സഫറിൽ ഇനിയിപ്പോ എനിക്ക് അറിയില്ല, എന്തായാലും പരിപാടി 11-ാം തീയതി വെക്കും. ഒന്നുമില്ലെങ്കിലും തിങ്കളാഴ്ചയാണെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കുന്ന ഒരു പതിവുണ്ട്, അന്ന് ആ നോമ്പെടുക്കും. പക്ഷെ ഇവിടെ ഇന്ന് ഇത്രയും ആളുകൾ വരുമ്പോ അവർക്ക് ഈ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ നോമ്പ് തുറക്കാനോ എന്തെങ്കിലും സൗകര്യം ചെയ്യണമോ? അത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? വെറുതെ ആ ഭാരം കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ട് നടക്കണോന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്തായാലും നമ്മുടെ രോഗികളുടെ പൈസ നമുക്ക് എടുക്കണ്ട, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ രീതിയിൽ അപ്പൊ ഒരു സഹോദരൻ പറഞ്ഞു കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ അദ്ദേഹം തയ്യാറാക്കാം. ഒരു ഉമ്മ കഞ്ഞി കൊണ്ടുവന്നു. പിന്നെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ സഫീർ ഉസ്താദ് കൂടി ആലോചിച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ദുആ ചെയ്ത് നമുക്ക് പിരിയാം, നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ. ഇതൊരു നമ്മുടെ മനസ്സിന് ഒരു സംതൃപ്തി കിട്ടുന്ന കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സ്വീകരിക്കട്ടെ. ഇവിടുത്തെ ഈ ഹോസ്പിറ്റൽ നടത്തുന്ന വഫാ ഡോക്ടർ ഞാൻ ഒരു ദിവസം മാത്രമേ അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം കണ്ട് സംസാരിച്ചുള്ളൂ. അദ്ദേഹം ഇവിടുത്തെ ചില രോഗികളെ കണ്ടിട്ട്, അവരെ കാൽ ഓപ്പറേഷൻ ആണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ, അദ്ദേഹം കുറെ ദൈവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കുറെ ഡോക്ടർമാരുമായും മറ്റുമൊക്കെ നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ബന്ധപ്പെട്ട ഒരു അരമണിക്കൂറിന് അദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും ഇന്നത്തെ പ്രോഗ്രാം നോട്ടീസിൽ അദ്ദേഹത്തിന്റെ പേര് വെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് കർണാടക ആ ഭാഗത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം അദ്ദേഹത്തിനോട് എത്താൻ കഴിയാത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ആഫിയത്തും അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. ഇവിടെ അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ മേഖലകളൊക്കെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോ എല്ലാ അർത്ഥത്തിലും ഈ കാരുണ്യ പ്രവർത്തനത്തിനോട് താല്പര്യമുള്ളവരാണ് നമ്മുടെ എല്ലാ സഹോദരങ്ങളും. ലോകത്തുള്ള സർവ്വ മനുഷ്യരും, വളരെ അപൂർവം ചില 1-2 ആളുകൾ മാത്രമാണ് അതിൽ നിന്ന് വ്യതിചലിച്ചു നിൽക്കുന്നത്. പക്ഷെ ഈ മനസ്സിൽ വരുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിഫലം കിട്ടുന്ന രീതിയിലാക്കണം. അതിനൊരു വലിയ പരിശ്രമം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്ത് വരുന്ന. ഇവിടെ ഇരിക്കാം, ഇരുന്നോളൂ. അപ്പൊ അതിനൊരു വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എല്ലാ അർത്ഥത്തിലും. ഒരു രോഗിയുടെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റിയാൽ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നൊമ്പരം നമുക്ക് മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു സാധുവായ സഹോദരിയുടെ മനസ്സിന്റെ വിങ്ങൽ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പറ്റിയാൽ, സഹായം ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ കഴിഞ്ഞാൽ,
എല്ലാ അർത്ഥത്തിലും അൽഹംദുലില്ലാ അതിനൊരു വലിയ വിജയമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ അൽഹംദുലില്ലാ നമ്മളൊരു സ്നേഹസാഗരം വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി. അതൊരു 3-4 ഗ്രൂപ്പുണ്ട്. അതിനെല്ലാം കൂടി ഒന്നും കൂടി അരച്ച് കലക്കിയിട്ട് ഒറ്റ ഗ്രൂപ്പാക്കിയിട്ട് ഒന്ന് പിന്നെ റെഡിയാക്കാനുള്ള തീരുമാനത്തിൽ അതിലൊരു 100 ചെറുപ്പക്കാരെ ഞങ്ങൾ കണ്ടെത്തുന്നു. തീരെ സാധുക്കളായ പെൺകുട്ടികളെ മാത്രം വിവാഹം കഴിക്കാൻ മനസ്സ് താല്പര്യമുള്ള 100 യുവാക്കളെ. അതുപോലെ ഏത് സമയത്തും ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിന്ന് വിളിച്ചാലും ഓടിയെത്തിയിട്ട് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായ ഒരു 100 ചെറുപ്പക്കാരെ നമുക്ക് ആവശ്യമല്ലേ? നമുക്ക് എപ്പോഴാണ് പിന്നെ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റൂല. നട റോഡിൽ ഇപ്പോ 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്തിനടുത്ത് ഒരു വാഹനം കുഴിയിലേക്ക് മറിഞ്ഞിട്ട് ആദ്യമായി ലോഡ് കയറ്റി പോയ ഒരു സഹോദരന്റെ ലോറിയാണ്. എന്തൊക്കെ പ്രതീക്ഷയായിരിക്കും മനസ്സിൽ. വീട്, മക്കൾ, കുടുംബം, പുതിയ ജോലി, സന്തോഷം, സമാധാനം അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് പോയ സഹോദരനാണ്. പാറപ്പൊടി ലോറി മറിഞ്ഞപ്പോ പാറപ്പൊടി മുകളിലേക്ക് മറിഞ്ഞു. അതിന്റെ അടിയിലായി പോയി ആ സഹോദരൻ മരണപ്പെട്ടു പോയി. അപ്പൊ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് എപ്പോഴും തരുന്നതല്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഒരു രോഗിയെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നാൽ അതിൽ നിന്ന് നാം പഠിക്കണം. അല്ലാതെ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് ചികിത്സ കൊടുത്ത് അങ്ങനെ നിൽക്കലല്ല. അതിൽ നിന്ന് നാം പഠിക്കണം. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഉസ്താദെ നിങ്ങളൊക്കെ പകല് ചെല്ലുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹസാഗരത്തിലെ സ്റ്റാഫുകൾ രോഗികളെ നല്ലതുപോലെ നോക്കുന്നുണ്ടാവും. അവർക്ക് വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, നിങ്ങളെ കാണുമ്പോൾ ഒരു കാലൊക്കെ തടവി കൊടുക്കും. പക്ഷെ നിങ്ങൾ മാറിയാൽ രാത്രിയിൽ അവർ തന്നെയാണ് രോഗികളോടൊപ്പം ഉള്ളത്. ചിലപ്പോ ഈ രാത്രി ഈ സ്റ്റാഫുകൾ ചിലപ്പോൾ രോഗികളോട് പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ രാത്രി പോയി ഒരു പരിശോധന നടത്തണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അവരെങ്ങനെ ചെയ്യൂല. അല്ലേ, ഉസ്താദ് വന്നപ്പോൾ നിങ്ങൾ പകലെങ്ങനെ പരാതി പറഞ്ഞില്ലേ, അതുകൊണ്ട് രാത്രി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സ്റ്റാഫുകൾ രോഗികളെ ഇടിക്കും. ചില ആതുരാലയങ്ങൾ അങ്ങനെ ഉണ്ട് എന്നാണ് ഏറ്റവും അധികം ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു സഹോദരൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് പെട്ടെന്നൊരു പേടി തോന്നി. എങ്കിലും ഞാൻ ആലോചിച്ചപ്പോ ഇപ്പൊ ഇവിടെ വന്ന രോഗികൾക്കുള്ള ആരോഗ്യം പോലും സ്റ്റാഫുകൾക്കില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഒരു നിയമം. കാരണം ഇടിച്ചാൽ തിരിച്ചടിക്കാനുള്ള കഴിവ് അവർക്കായി. ഇപ്പൊ അൻസാരിക്കാന്ന് പറഞ്ഞ സഹോദരൻ വന്നപ്പോ കൈക്ക് ഒരു ചലനവും ഇല്ലായിരുന്നു. ഇപ്പോ നമ്മൾ ഒരു പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒന്ന് നോക്കാനും ചികിത്സിക്കാനും ഒക്കെ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ വന്നപ്പോ ചെറിയ രീതിയിലൊക്കെ നല്ല മാറ്റം വന്നു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഒരു സഹോദരന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണ് ഇവിടെ വന്നിട്ട് ഗ്യാസ് കൂടുതൽ വരിക. അപ്പൊ നമ്മുടെ ഇവിടെ അറഫ ഹോസ്പിറ്റലിലെ ഡോക്ടർ നഴ്സും വന്ന് പെട്ടെന്ന് കൊടുക്കുന്ന സഡൻലി ഉള്ള ഒരു പരിചരണത്തിന്റെ പേരിൽ ഒരു പരിധിവരെ ഇപ്പൊ ഒരു വലിയ ആശ്വാസത്തിലാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവർ വലിയ സന്തോഷത്തിലാണ്. ഒരാള് സുഖമാണോ എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിന് ഒരു പകുതി വരെ അൽഹംദുലില്ലാ സമാധാനം. എന്തുണ്ട് എന്ന് ചോദിച്ച് തലയിൽ ഇങ്ങനെ ഒന്ന് തലോടിക്കഴിഞ്ഞാൽ ഒരു സാന്ത്വനം, ഒരു റാഹത്ത് മനസ്സിൽ. എപ്പോഴും അവര് ദുആയല്ലേ. അതുപോലെ നമുക്ക് നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ ഉമ്മയൊക്കെ നെഞ്ചുപൊട്ടി ചെയ്യുന്ന പ്രാർത്ഥനയേക്കാൾ ഫലം ചെയ്യും ഒരുപക്ഷെ ഇതിനകത്ത് കിടക്കുന്ന ഉമ്മമാര് നമുക്ക് വേണ്ടി ദ്വാരുന്നു. മക്കളെ നിങ്ങളെ സഹായിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇന്നലെ മെനിഞ്ഞാന്ന് ഞാൻ കണ്ണൂര് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു വൃദ്ധസദനം കാണാൻ പോയി. ഇപ്പൊ ഇത് തന്നെയാണ് ജോലി. കാരണം ഓരോന്ന് പോയി കാണുന്നത് നല്ലതാണ്. ഒരു 40ഓളം വരുന്ന വൃദ്ധ ഉമ്മമാര് കിടക്കുന്ന സ്ഥലം ഞാൻ പോയി കണ്ടു. ഞാൻ കൊതിച്ചുപോയി അതുപോലെ ഒന്ന് തുടങ്ങാൻ. വല്ലാഹി ഒക്കെ തുറന്നു പറയാൻ കൊതിച്ചുപോയി. വീടും വസ്തുവൊക്കെ വിറ്റിട്ട് അള്ളാഹു ഇങ്ങനെ ഒരെണ്ണം തുടങ്ങിയാലോ. തീരെ എല്ലും തോലുമായ പ്രിയപ്പെട്ട ഉമ്മമാർ നിസ്കാരത്തിന് സമയമാവുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ എഴുന്നേൽപ്പിച്ചവരെ നിസ്കരിപ്പിക്കുകയും ഉദൂടിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും, ആ ഉമ്മമാരും മക്കളെ കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെയാണ് അവിടുത്തെ സ്റ്റാഫുകളെ കെട്ടിപ്പിടിച്ച് ഓരോ സങ്കടം പറഞ്ഞിട്ട് കരയുന്നത്. അതിലൊരു ഉമ്മ 12 മക്കളെ പ്രസവിച്ച ഉമ്മയാണ്. ആ ഉമ്മയെ ഇന്ന് നോക്കുന്നത് ശമ്പളം വാങ്ങുന്ന ഒരു സ്റ്റാഫാണ് എന്ന് ചിന്തിക്കുമ്പോ നമ്മുടെയൊക്കെ ഉമ്മമാരെ സ്വർണം കൊണ്ട് പൊതിയാൻ നമുക്ക് ആഗ്രഹം വന്നു പോകുന്നു. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഇവിടെ തന്നെ നിങ്ങൾ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരു ആതുരാലയം നിർബന്ധമായി സന്ദർശനം നടത്തുക. അത് ഏത് സംഘടന നടത്തട്ടെ, ഏത് മതക്കാര് നടത്തട്ടെ, ഏത് വിഭാഗക്കാര് നടത്തട്ടെ, രോഗികൾക്ക് ഇപ്പൊ എന്ത് സംഘടന, എന്ത് വിഭാഗം, മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് അവർ വരും.
അതാണ് നമ്മുടെ സമുദായത്തിന് പറ്റിപ്പോയത്. നമ്മുടെ സമുദായത്തിന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ആളില്ല, സ്റ്റേജിൽ കയറ്റി നിർത്തി ഫോട്ടോ എടുത്ത് എന്തെങ്കിലും കൊടുത്ത് പത്രത്തിൽ വരുമ്പോ സംഘടനക്കാർക്ക് സന്തോഷം, അവർക്ക് സന്തോഷം. അല്ലാത്തവരെ പരിചരിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് മറ്റു മതത്തിലുള്ളവർ ആ ഭാഗത്തെ അവർ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ നമ്മളിത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്, വളരെ ഉത്തരവാദിത്തത്തോടുകൂടി. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതിന് നേതൃത്വം തരുന്നു നേതാവ്, ചെയർമാൻ, സെക്രട്ടറി ഒന്നൊന്നില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചോദ്യം ചെയ്യാൻ ഒരാൾ, അതാണ് ഞാൻ, അതാണ് സഫീർ ഉസ്താദ്. അല്ലാതെ നേതാവായിട്ട് ചമയാനല്ല. ഇതിലെന്ത് നേതാവാണ്? ഈ രോഗികളുടെ ചലമൊപ്പിയെടുക്കുന്നതിലും കണ്ണീര് തുടയ്ക്കുന്നതിലും നേതാക്കന്മാർക്ക് സ്ഥാനമില്ല സഹോദരങ്ങളെ. അതൊരു ഖിദ്മത്താണ്. പിന്നെ ഈ ആതുരാലയം ഇവിടെ കിടത്തിയിരിക്കുന്ന രോഗികളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു സങ്കടം വരും. ഇല്ല, അപേക്ഷ വന്നവരിൽ ബഹുഭൂരിപക്ഷവും നമ്മൾ അവിടത്തേക്ക് ചെന്ന്, ഒരുപാട് സാമ്പത്തികമൊന്നും ഇതിനില്ല. നമ്മളൊരു പുതിയ പദ്ധതിയൊക്കെ ഇതിന്റെ സാമ്പത്തികത്തിന് വേണ്ടി ഒരു പദ്ധതിയൊക്കെ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് ഒരു പിരിവിന് വേണ്ടിയിട്ടല്ല, അല്ലാത്ത രീതിയിലൂടെ ജനങ്ങൾക്ക് പിരിവെന്നുള്ള രീതിയിലല്ലാത്ത ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി. കാരണം എനിക്കോ സഫീർ ഉസ്താദിനോ ഒക്കെ എന്തെങ്കിലും വന്നുപോയാൽ ഇവിടുത്തെ രോഗികൾക്ക് മരുന്നും ചികിത്സയും ഭക്ഷണവും ഒന്നും മുടങ്ങരുത് എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോ ഒരു അപേക്ഷ വന്നു, കല്യാണത്തിന് വേണ്ടി 2 ലക്ഷം രൂപ വേണം. അവിടെ 2 ലക്ഷം രൂപ ചോദിച്ച സ്ഥലത്ത് 10,000 രൂപയും കൊടുത്ത് ഞാൻ സഫീർ ഉസ്താദിനെ വിട്ടു. നിങ്ങൾ ചിന്തിക്കണം, 2 ലക്ഷം രൂപ ചോദിച്ച പെരുമാതുറയിലുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് 10,000 രൂപയും കൊടുത്ത് ഞാൻ സഫീർ ഉസ്താദിനെ വിട്ടപ്പോ ആ വീട്ടിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ സഹോദരൻ തിരിച്ച് എന്നെ ഫോൺ വിളിക്കുന്നത്. ഉസ്താദേ, ഇവിടെ 2 ലക്ഷമല്ല 20 ലക്ഷം കൊടുത്താലും മതിയാവില്ല. കല്യാണത്തിന്റെ ദിവസത്തിന് തൊട്ടടുത്തെത്തി, സാമ്പത്തികം ഒന്നും ആകാത്തത് കൊണ്ട് ഉമ്മ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ 10,000 അട്ടിച്ചില്ല. അവര് വിചാരിച്ചു നൗഷാദ് ഉസ്താദ് 2 ലക്ഷം രൂപ കൊടുത്തയച്ചിട്ടുണ്ട്, സന്തോഷമായിട്ട് ഇറങ്ങി വന്നപ്പോൾ കാണുന്നത് 10,000 രൂപയാണ്. ആ കല്യാണം മുടങ്ങി, അത് നടന്നില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട പയ്യൻ ശരിയായാൽ ഞങ്ങൾ തന്നെ വന്ന് നടത്തിത്തരാം എന്നൊരു വാക്കും കൊടുത്തിട്ട് വന്നു. ഇങ്ങനെ എത്ര വാക്കുകൾ സങ്കടം കാണുമ്പോൾ അറിയാതെ ഞങ്ങളങ്ങ് ഏറ്റെടുത്തു പോകും. പക്ഷെ എങ്ങനെ ഇത് നടത്തുമെന്നൊന്നും ചിന്തിക്കൂല. പക്ഷെ അള്ളാഹു വലിയവനാണ്. അള്ളാഹു അപാരമായ അനുഗ്രഹമാണ് ചെയ്യുക. ഇന്ന് സ്നേഹസാഗരം ഫൗണ്ടേഷന് 5,000 രൂപ ചെലവാണെങ്കിൽ അള്ളാഹു ഇന്ന് വൈകുന്നേരത്തേക്ക് മുമ്പ് 4,800 രൂപ ഞങ്ങളുടെ കയ്യിലെത്തിക്കും. അങ്ങനെ ഒരു വല്ലാത്ത കാരുണ്യ പ്രവർത്തനത്തിനുള്ള വല്ലാത്ത ഒരു ഹിദ്മത്താണ് അള്ളാഹു ചെയ്യുക. അപ്പൊ നമ്മൾ പല വീടുകളിലും ചികിത്സയ്ക്ക് വേണ്ടി പൈസ, ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്ത രോഗികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ അരിയും അതുപോലെ മറ്റു ചികിത്സയ്ക്കുള്ള സഹായത്തിനുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യം, ബോംബെ വരെ പോയി നമ്മുടെ ഈ പ്രിയപ്പെട്ട സ്നേഹസാഗരത്തിന്റെ ഒരു പ്രവർത്തകൻ ബോംബെ വരെ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ, ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ സ്നേഹസാഗരം ചിലവ് കൊടുത്തിട്ട് ബോംബെയിൽ കൊണ്ടുപോയി ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ ഗവൺമെന്റും വക്കീലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കത്തും കടലാസും ഒക്കെ എഴുതി അവിടെ കൊണ്ടുപോയി അവർക്ക് കിട്ടാൻ അവകാശപ്പെട്ട ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സിന് 100% അത് ശരിയായി കഴിഞ്ഞു. അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന് സ്നേഹസാഗരം എന്ന ഈ ആതുരാലയത്തിന്റെ ലേബൽ ഒരു വലിയ ഉപകാരമായി എന്നതാണ്. അവർക്കൊരു നയാ പൈസ പോലും അതിൽ നിന്ന് കിട്ടില്ലായിരുന്നു. ഒരു സഹായവും ആരും അവർക്ക് ചെയ്യില്ലായിരുന്നു. അവര് മുസ്ലിമല്ല, നമ്മുടെ ആരുടെയും കുടുംബത്തിൽപ്പെട്ടവരല്ല. അവരൊരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട സാധുവായ ഒരു സഹോദരിയും കുഞ്ഞുമാണ്. അവർക്കിന്നൊരു വലിയ ആശ്വാസമായി നമ്മുടെ പ്രവർത്തനം ഇവിടെ വന്ന് കിടന്നതുകൊണ്ടല്ല. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ 1 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു മാസം പെട്ടെന്ന് പുഷ്പം പോലെ അത് തീർന്നു പോകും. അത്രക്ക് കാരുണ്യ പ്രവർത്തനത്തിന് ദാഹിച്ചു നിൽക്കുന്നവരുണ്ട് നമ്മുടെ പരിസരങ്ങളിൽ. അല്ലാഹു തആല ഇത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ നമസ്കാരമോ നമ്മുടെ മറ്റ് അമലുകളോ ഒന്നും അല്ലാഹുവിന്റെ അടുത്തെടുത്ത് കാണിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയില്ല. ഇത് അല്ലാഹു സ്വീകരിക്കണം. അതിന് നിങ്ങൾ കാര്യമായി നിങ്ങൾ ദുആ ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരുപാട് രോഗികളെ കൊണ്ടുവന്ന് കിടത്താനുള്ള സൗകര്യം ഇപ്പോഴായി, കിച്ചനൊക്കെ റെഡിയായി, അൽഹംദുലില്ലാ. പക്ഷേ എത്ര രോഗികൾ വന്നാലും അവരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പല്ല് തേച്ചു കൊടുക്കുക, മലവും മൂത്രവും എടുക്കുക, കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പറയാൻ നല്ല രസമാണ്. നമ്മുടെ ഉമ്മയെ നമുക്ക് ചെയ്യാൻ നല്ല സുഖമാണ്, ഉപ്പായെ ചെയ്യാൻ. കാരണം നമ്മുടെ വാപ്പയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. വേറൊരു കുടുംബത്തിലെ ഒരാളെ നമ്മൾ ചെയ്യുമ്പോഴാണ്
അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കുന്ന രോഗികൾക്കാണ് അതിന്റെ വിഷമം. അങ്ങനെ ഒരു അവസ്ഥ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഒരിക്കലും വരുത്തരുത് തമ്പുരാനെ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, നബിയെ ഞാൻ എന്താണ് എന്റെ പടച്ചവനോട് ദുആ ചെയ്യേണ്ടത്? സല്ലല്ലാഹുൽ ആഫിയ, നീ ആരോഗ്യം അല്ലാഹുവിനോട് ചോദിക്കുക അബ്ബാസേ, അതാണ് മനുഷ്യന് വേണ്ടത്. നമുക്ക് അല്ലാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ. നമുക്ക് അല്ലാഹു ജീർണിച്ച് പുഴുവരിച്ച് വീട്ടിൽ കിടക്കുന്ന ഒരവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. അല്ലാഹു നമുക്ക് പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെല്ലാവരും വന്നത് ആതുരാലയത്തിന്റെ വർത്തമാനങ്ങൾ കേൾക്കാനല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു ചെറിയ ചരിത്രവും പറഞ്ഞ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ ദുആ, ജയ്ഹിന്ദ് ചാനലിലെ പ്രോഗ്രാമിലൂടെ കാണുന്ന ദുആ നിങ്ങൾ എഴുതിയെടുത്തു വെച്ചാ പോരാ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിരന്തരം അത് പാരായണം ചെയ്യണം, അത് ഓതണം, ആ പ്രാർത്ഥന നടത്തണം. ഇത് നമുക്ക് അള്ളാന്റെ ഭാഗത്ത് വിജയിക്കാൻ പറ്റും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് കാരുണ്യവുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു. നിങ്ങൾക്കറിയുന്നതാണ്, ഒരു ബറക്കത്തിന്, മുഹറമിന്റെ ഐശ്വര്യത്തിന്, ഇവിടെ വന്ന കാരുണ്യദാഹികളായ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനത്തിനും, ഒരു ഹദീസ് പറയുമ്പോൾ, ഒരു ചരിത്രം പറയുമ്പോൾ ഒരു കുളിർമയുണ്ടാകും, ഒരു ദുആ പഠിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. എന്നിട്ട് കുറച്ച് സ്വലാത്തും കുറച്ച് ദിക്റും ചൊല്ലി രോഗികൾ കൂടെ ചൊല്ലും, നമ്മൾ ഇവിടെ ഇരുന്ന് ചൊല്ലും. കണ്ണീരോടെ ദുആരെന്ന് നമുക്ക് നോമ്പ് തുറക്കാം. അല്ലാഹു സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ 3 ചോദ്യങ്ങൾക്കും ഒന്നാമത് മറുപടി പറയുന്ന ശരി എന്നുത്തരമുള്ള ആളിന് അള്ളാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിന്റെ കവാടം ഞാൻ തുറന്നു തരും, ഉറപ്പാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ടോ എന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എല്ലാ ദിവസവും സാധാരണ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്ന ആളാണ്, പക്ഷെ ഇന്ന് എനിക്ക് സുന്നത്ത് നോമ്പില്ല. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ചോദ്യത്തിന് മാത്രം മറുപടി മതി. റളിയല്ലാഹു അൻഹു ഒരു നിരാശ കൊണ്ട് എഴുന്നേറ്റതാ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ പടച്ചവനെ, ഒരു നിരാശ കൊണ്ട് എഴുന്നേറ്റതാണ്. നമുക്ക് സുന്നത്ത് നോമ്പിന്റെ വില അറിയില്ല. ഈ ചൂട് സമയത്ത് ഈ മുഹറം 10 ഈ നോമ്പ് അനുഷ്ഠിച്ചവർ ഈ സദസ്സിൽ ഒരു 90% അവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ദൂരം നിന്നൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്ത് വന്നവരും ചില രോഗികളും ചിലപ്പോൾ ആ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവരാണ്. എന്നാലും അള്ളാഹു നല്ല ഖബൂലിയത്ത് അതിന് അള്ളാഹു തരട്ടെ. ഇന്ന് ഈ പുണ്യ പ്രവൃത്തി ചെയ്യാൻ ഇവിടെ വന്നതിന്റെ ബറക്കത്ത് അള്ളാഹു പൂർണ്ണമായി നമുക്ക് തന്ന് സഹായിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നോമ്പുകാരനാണ്, മെലിഞ്ഞുണങ്ങിയ സാധുവായ, എന്ത് വിഷയത്തിലും ആദ്യത്തെ ആൾ. അത്ഭുതമാണത്, ഞാനുണ്ട് നബി എന്ന് പറഞ്ഞു. എല്ലാവർക്കും അത്ഭുതമായി. ഇതിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മാനം വാങ്ങിപ്പോയല്ലോ. രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശനം നടത്തിയിട്ടുണ്ടോ? ആരും എഴുന്നേറ്റിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സുബഹി കഴിഞ്ഞിപ്പോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ കണ്ടാ പോരെ ഏതെങ്കിലും ഒരു രോഗിയെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന് സുബഹിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു രോഗിയെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി. സുബഹിക്ക് മുമ്പോ, സുബഹി നമസ്കാരത്തിന് മുമ്പ് ഒരു രോഗിയെ കാണുക എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഇവിടെ അത്ര വലിയ രോഗിയായിട്ട് കിടക്കുന്ന ആൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ പോയെങ്കിൽ നമ്മളും കാണാൻ പോകണം, അത് ആരാണെന്നൊന്ന് പറയാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചോദിച്ചു. നബി തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ ഇശാ നമസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീണിരുന്നു, കാലൊന്നും മുറിഞ്ഞിരുന്നു. ആ വിവരം അറിഞ്ഞിട്ട് രാത്രി തന്നെ പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ രാത്രി പോകുമ്പോൾ ചിലപ്പോൾ ആ കാലിന്റെ അസ്വസ്ഥതയും വേദനയും കൊണ്ട് ഒരു സന്ദർശകൻ ചെല്ലുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതി തഹജ്ജുദിന് എന്ത് രോഗമാണെങ്കിലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേക്കും. ആ സമയത്ത് പോയി അദ്ദേഹത്തെ കാണാമല്ലോ എന്ന് കരുതി ഇന്ന് സുബഹിക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടാണ് ഈ പള്ളിയിലേക്ക് വന്നത്. എല്ലാവരും സമ്മതിച്ചു കൊടുത്തു. ആ ഈമാനും ആ താല്പര്യവും ആ കാരുണ്യമുള്ള മനസ്സ്. മൂന്നാമത് നബി തങ്ങൾ ചോദിച്ചു, ഇന്ന് രോഗികൾക്ക് ഭക്ഷണം കൊടുത്ത, സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റു, ഞാനൊരു പാവപ്പെട്ടവന് ഇച്ചിരി റൊട്ടി കൊടുത്തിട്ടാ വന്നത് നബി.
ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, 7 ദിവസം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിത്യ പട്ടിണിയിലാണ് എന്ന് ഈ നാട് മുഴുവനും ചർച്ചയാണ്, എല്ലാവരും ചർച്ചയാണ്. ഇന്നലെയും പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിൽ ദാരിദ്ര്യമാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗിക്ക് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ കള്ളമല്ല പറയുന്നതെന്നറിയാം, എന്നാലും വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ടെന്ന് വിശദീകരിക്കാൻ പറയാം. നബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, നബിയെ, ഞാൻ 7 ദിവസം കൊണ്ടൊന്നുമല്ല പട്ടിണി, എത്രയോ ദിവസം കൊണ്ട് എന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ട് ഞാനും എന്റെ കുടുംബവും വെള്ളവും 1-2 കാരക്കയും കഴിച്ചിട്ടാണ് നബിയെ ഇത്രയും ദിവസമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോടും ആ പരാതി പറയാനും ആ പട്ടിണി പറയാനും ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. മറ്റൊരാൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും എന്റെ കയ്യിലില്ല നബിയെ. പക്ഷേ ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാണാൻ പോയല്ലോ. കാണാൻ പോയപ്പോ ഈ പള്ളിയുടെ മുമ്പിലൂടെയാണ് പോയത്. അപ്പൊ ഇതിന്റെ മുമ്പേ ഒരു പാവപ്പെട്ടവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വിശന്നിട്ട് സഹിക്കുന്നില്ല, വല്ലതും തരണമെന്ന് പറഞ്ഞ് എന്റെ ഉപ്പ കൈനീട്ടിയപ്പോ എന്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു നബി. ഞാൻ പറഞ്ഞു, സുബഹി നിസ്കാരം കഴിയട്ടെ, പള്ളിയിൽ ആരെങ്കിലും വരുമ്പോ എന്തേലും തരും, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല, അത്രക്ക് വിശപ്പാണ് എന്ന് പറഞ്ഞു. വിശപ്പ് അങ്ങനെയാണ്. നമ്മൾക്കിപ്പോ ഇന്ന് നോമ്പ് പിടിച്ചവരെന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ നോമ്പിന്റെ ക്ഷീണം. ഇങ്ങനെ ഒരു 10 ദിവസം വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത ഒരു സാഹചര്യത്തെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമുക്ക് ചങ്ക് പൊട്ടിപ്പോകും, സഹിക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു 10 ദിവസം ഒരു തുള്ളി വെള്ളം കിട്ടാതെ നമ്മൾ മുമ്പോട്ട് പോകുന്ന രംഗം, അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ആ ഒരവസ്ഥയെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കാണാൻ പോയി. കാണാൻ ചെന്നപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നീ എന്നെ കാണാൻ വന്നോ? ഞാനല്ലേ നിന്നെ കാണാൻ വരേണ്ടത്, ഞാനൊന്ന് വീണതല്ലേ ഉള്ളൂ, നീ അതിനേക്കാളും രോഗിയല്ലേ അബൂബക്കറെ, മെലിഞ്ഞുണങ്ങി, ശരീരം ക്ഷീണിച്ചു, നീ ആകെ വല്ലാണ്ടായിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു. കുറെ ദിവസമായി, ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും ഒരു പത്തിരി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അകത്തുപോയി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു പത്തിരി എടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊടുത്തപ്പോ അദ്ദേഹം അത് തന്റെ തട്ടം കൊണ്ട് മറച്ചു പിടിച്ചിട്ട് അവിടെ നിറങ്ങിയപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ മുമ്പ് ഇരുന്ന് കഴിക്കാനുള്ള പ്രയാസം കൊണ്ടാണോ നീ ഇതും കൊണ്ട് പോകുന്നത്? അല്ല തങ്ങളെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പള്ളിയുടെ മുമ്പിൽ ഒരാളിരുന്ന് കരയുന്ന കണ്ടു, അദ്ദേഹം അത് കഴിക്കട്ടെ, എനിക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, അദ്ദേഹം എന്നോട് ചോദിച്ചതല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹം മരിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്, ഇതും കൊണ്ട് ഞാൻ ഓടിപ്പോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുബഹി നമസ്കാരത്തിനു മുമ്പ് ആ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഫക്കീറായ മനുഷ്യൻ അത് കൊടുത്തു. അത് മാത്രമാണ് നബിയെ ഞാൻ ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഒരിക്കലും ഒരു മേഖലയിലും ഒരു വിഷയത്തിലും നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ഉമർ ഇബ്നുൽ ഖത്താബിന് കഴിയില്ല. കാരുണ്യത്തിന്റെ, സേവനത്തിന്റെ, ഖിദ്മത്തിന്റെ, ഈമാനിന്റെ, സ്വലാത്തിന്റെ, ഇഷ്കിന്റെ, മധുരത്തിന്റെ, ആത്മീയതയുടെ എല്ലാത്തിലും 1ാം സ്ഥാനം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ തോറ്റുപോയി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പ്, രോഗികളെ സഹായിക്കുക, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, രോഗസന്ദർശനം നടത്തുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ 3 കാര്യം ഇല്ലാത്ത ഒരു മാസം നമ്മളിൽ ഉണ്ടാവാതിരിക്കട്ടെ. കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കണം. എല്ലാ വേടവും തിങ്കളും നോമ്പ് പിടിക്കുന്നവരുണ്ട്, തിങ്കളും മാത്രം നോമ്പ് പിടിക്കുന്നവരുണ്ട്. ഇതല്ലാതെ മുഹറം, അതുപോലെ തന്നെ റജബ്, ശഅബാൻ, ഇതൊക്കെ വരുമ്പോ നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ട്. അതെങ്കിലും മുടക്കാതിരിക്കുക. മാസങ്ങൾ കൊണ്ടറിയപ്പെട്ട സുന്നത്ത് നോമ്പുകളെങ്കിലും മുടക്കാതിരിക്കുക. ഒരുപാട് കൂലിയാണ് മുഹറം 10-ന്, വലിയ പ്രതിഫലമാണ് മുഹറം 10-ന്. മാലാഖമാർ നമ്മുടെ ഒരു ദുആയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശുഭമുഹൂർത്തമാണിത്. നമ്മൾ എന്ത് ചോദിച്ചാലും നടത്തിക്കൊടുത്തേക്കൂ എന്ന് അല്ലാഹു മലക്കുകൾക്ക് സാവകാശം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമയം. എന്റെ വലിയ സന്തോഷമാണ് എന്റെ ജീവിതത്തിൽ. ഒരു ദിവസമാണ് പ്രസംഗമില്ലാതെ ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ ഭാര്യയും എന്റെ മക്കൾക്കൊക്കെ നോമ്പാണ്. 2 മക്കൾക്കും സുന്നത്ത് നോമ്പാണെന്ന്, ചെറിയ പ്രായമാണെങ്കിലും. കാരണം മരണപ്പെട്ടുപോയ മുസ്താഖ് അഹമ്മദ് സുന്നത്ത് നോമ്പെന്ന് പറഞ്ഞാൽ മരിക്കുന്നവനായിരുന്നു. ഏത് ദിവസത്തെ സുന്നത്ത് നോമ്പാണെങ്കിലും അവൻ അത്താഴത്തിന്റെ സമയത്ത് ഉണരുകയും നോമ്പെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ പ്രിയപ്പെട്ട അവന്റെ അനുജന്മാർ സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുന്നു. വളരെ ക്ഷീണത്തിലാണ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തുമ്പോൾ. എങ്കിലും ഇന്ന് അവരോടൊപ്പം ഇരുന്ന് നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കുക എന്നതായിരുന്നു എന്റെ ദൗത്യം. പക്ഷേ
അള്ളാഹു എനിക്ക് ആ സന്തോഷത്തെക്കാളേറെ സന്തോഷം തന്നിരിക്കുന്നത് ഇവിടത്തെ രോഗികളോടൊപ്പം ഇരുന്ന് 10 സ്വലാത്തും ദിക്റും ചൊല്ലി അവരോടൊപ്പം ഇരുന്നൊന്ന് ദുആ ചെയ്ത് ഒരു കാരക്കയോ ഒരു തുള്ളി വെള്ളമോ കുടിച്ച് നോമ്പ് തുറക്കുന്ന ഒരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തളർന്ന് അവശയായി പട്ടിണി കിടന്ന് ഗതിയില്ലാതെ കഷ്ടപ്പെട്ടിട്ട് സഹായം ചോദിക്കാൻ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ദുആയുണ്ട്. ഈ ദുആ ദുനിയാവും ആഖിറവും അല്ലാഹു നിനക്ക് തരുന്നതിനേക്കാൾ മെച്ചമാണ് ഫാത്തിമ. ഈ ദുആ നീ മറക്കണ്ട, മുറുകെ പിടിച്ചോ, ഒരുപാട് നേട്ടം നിനക്കുണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ നമുക്കിന്ന് ചൊല്ലാം. വളരെ പ്രധാനപ്പെട്ട ദുആ, ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതാണ് അതിന്റെ ഒന്നാമത്തെ വരി. യാ ഹയ്യു യാ ഖയ്യൂം എന്നത് അല്ലാഹുവിന്റെ 2 നാമമാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസ് യാ സലാമു യാ മുഅ്മിനു യാ മുഹൈമിനു യാ അസീസു യാ ജബ്ബാറു യാ മുതകബ്ബിറു എന്ന് തുടങ്ങി പറഞ്ഞു വരുമ്പോൾ യാ ഹയ്യു യാ ഖയ്യൂം പ്രധാനപ്പെട്ട 2 നാമമാണ്. ആ ഹയ്യു ഖയ്യൂം എന്ന 2 ദിക്ർ ഇസ്മുൽ അഅ്ലം എന്ന ഏറ്റവും വിലപ്പെട്ട ദിക്റിൽ പെട്ടതാണ് എന്ന് മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഒരു 70% ഈ ദിക്ർ ആകാനാണ് സാധ്യത എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം അത് ചൊല്ലിയിട്ട് അതിനോടൊപ്പം ബിറഹ്മതിക അലൈഹിസ്സലാം ബിറഹ്മതിക യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ഹയ്യൂമായ ഖയ്യൂമായ പടച്ചവനെ ബിറഹ്മതിക നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് അസ്തഗീസു ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണ്. ഈ പോകുന്ന ആളാണ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്. നിങ്ങളെല്ലാവരും ദ്വാരക്ക സ്നേഹസാഗരം ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. അപ്പോ അന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നതാണ് എല്ലാവരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉസ്താദിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും ദയം സേവനം ചെയ്യുന്ന താഴെപ്പാങ്ങോട് മുസ്ലിം ജമാഅത്തിന്റെ വിജയത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ദ്വാരക്കണം. ബിറഹ്മതിക അസ്തഗീസ് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്നോട് സഹായം ചോദിക്കുന്നു. അല്ലാഹുമ്മ ലാ തഖിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, ഇതൊരിക്കലും വിട്ടുപോകാത്ത വരിയായിരിക്കും. അല്ലാഹുമ്മ ലാ തഖിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തതാണ്. ശ്വാസം വിടുന്ന കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും കാര്യങ്ങൾ നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ തമ്പുരാനെ. നമ്മുടെ കാര്യമെല്ലാം അള്ളാഹുവാണ് നടത്തുക. അള്ളാഹുവിന് നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ശ്വാസോച്ഛ്വാസം അള്ളാഹു ഏറ്റെടുത്തത്. അല്ലെങ്കിൽ അതും നമ്മളെ കയ്യിൽ തന്നാൽ നമ്മൾ ഉഴപ്പന്മാരാണ്, നമ്മൾ അതുപോലും മറന്നുപോകും. അള്ളാഹു അത് ഏറ്റെടുത്തു. സർവ്വകാര്യവും അള്ളാഹു, രക്തം നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കുന്നത് അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഡയാലിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിനെ മുഴുവനും പുറത്തെടുത്ത് ഒരു മിഷ്യനകത്ത് കയറ്റി ശുദ്ധീകരിച്ചിട്ട് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നതാണ് ഡയാലിസിസ്. അത് വന്നുപോയാൽ എന്തോ ഒരു വിഷമമെന്നറിയും. ആ ബ്ലഡ് മാറ്റിയില്ലെങ്കിൽ മരണം അവന്റെ കൺമുമ്പിൽ തത്തിക്കളിക്കുന്നു. അതിനുവേണ്ടിയല്ലേ ഇന്ന് കേരളത്തിന്റെ മുഴുവൻ പണവും മനുഷ്യൻ ചെലവഴിക്കുന്നത്? അതിനുവേണ്ടിയാണ്. എത്ര രോഗികൾ അത് ചെയ്തു തുടങ്ങുമ്പോഴുണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ നിങ്ങൾ പറയും ഞങ്ങളെ ശ്രദ്ധിച്ചാൽ വരൂല, നമ്മൾ രാവിലെ ഓടാൻ പോകും, ഷട്ടിൽ ബാറ്റ് കളിക്കും. അതിലൊന്നും കാര്യമില്ലല്ലോ. അതൊക്കെ നമ്മുടെ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനും രാവിലെ നടക്കാൻ പോകുന്നയാളാണ്. പക്ഷെ അത് രോഗം വരാതിരിക്കുന്നതിനല്ല, ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പരിശ്രമം, അത്രേ ഉള്ളൂ. പക്ഷെ ഈ രോഗം വരുന്നത് അള്ളാന്റെ തീരുമാനമാണ്. അത് നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ടോ ഇങ്ങനെ ചെയ്തു, അതൊക്കെ ചെറിയ നിമിത്തവും കാരണങ്ങളുമാണ്. എങ്കിലും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. വഫാ ഡോക്ടർ നാട്ടിലുള്ള ഒരു 11-ാം തീയതി അദ്ദേഹത്തെ കൊണ്ട് രോഗാണുക്കൾ പടരാതിരിക്കുന്നതിനും മറ്റുമൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു വലിയ ക്ലാസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ, വിജയിപ്പിക്കട്ടെ. അല്ലാഹുമ്മ ലാ തഖിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നീ ഞങ്ങളെ ഏൽപ്പിക്കരുത് തമ്പുരാനെ. എല്ലാം നീ തന്നെ നടത്തുക. ഭക്ഷണം, ശ്വാസം, ആരോഗ്യം, സമ്പത്ത്, കുടുംബം, മകൾ, സർവ്വതും ഒന്നും നീ ഞങ്ങളെ ഏൽപ്പിക്കരുത്. ഞങ്ങൾ കഴിവില്ലാത്തവരാണ് റബ്ബേ. എല്ലാം നീ തന്നെ നടത്തണം. എല്ലാ വർഷത്തിലും എല്ലാ ദിവസവും പ്രസംഗിക്കാൻ ഒരു മനുഷ്യന് കഴിയോ?
ആർക്കാണ് കഴിയുക? അത് അള്ളാഹു ആണല്ലേ, അള്ളാഹു ആണ് നടത്തുന്നത്. ഞങ്ങൾക്ക് ഒന്നിനും കഴിവില്ല തമ്പുരാനെ. പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനും ജോലി ചെയ്യാനും ഒന്നിനും കഴിവില്ല. എല്ലാം തരുന്നത് അള്ളാഹുവാണ്. ആ പടച്ച തമ്പുരാൻ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഈ പ്രാർത്ഥന മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും 11-ാം തീയതി ഇതുപോലെ ഒരു വൈകുന്നേരം ഒരുമിച്ച് കൂടി, അത് ഏത് ദിവസമാണെങ്കിലും വെള്ളി, ശനി, ഞായർ, നിങ്ങൾ എന്താവട്ടെ, ഒരുമിച്ച് കൂടി ഒരു ദുആരെന്ന് കുറച്ച് ദിക്റും സ്വലാത്തും ചൊല്ലി പോകണം. നിങ്ങൾ പരിശ്രമിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം മനസ്സിൽ കരുതി നോക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ആ മനസ്സിൽ കരുതിയ ആഗ്രഹം ഇവിടെ വന്ന് നിയ്യത്ത് ചെയ്ത്, ഇവിടെ വന്ന് ദുആയിൽ പങ്കെടുത്ത്, ഇവിടെ വന്ന് സ്വലാത്ത് ചൊല്ലിയതിന്റെ പുണ്യം കൊണ്ട് നടക്കുകയാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ഭക്ഷണ ക്രമീകരണങ്ങളുമായി ഇന്നത്തെ ചെലവിനുള്ള ഒരു സാമ്പത്തികത്തിന് വേണ്ടി ഇവിടുത്തെ ഒരു പ്രവർത്തകൻ, അതെല്ലാ മാസവും 11-ാം തീയതി ഉള്ളതാണ്. കാരണം ഇവിടെ വരുന്നവർക്ക് അവിടെ വെക്കാൻ പ്രത്യേകിച്ച് പെട്ടിയൊന്നും വെച്ചിട്ടില്ല പൈസ ഇടാൻ. ആരവിടെ പ്രത്യേകിച്ച് ഒന്നും പൈസയും കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊരു 100, 200, 500 ഒക്കെ ആയിട്ട് വന്നവരാണ്. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ പിന്നെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും ഇന്ന് ചെറിയ രീതിയിൽ ഒരു ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി ചെയ്യാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞവർക്ക് മുന്നിലേക്ക് നമ്മുടെ ഇതിന്റെ പ്രവർത്തനം ഒരു ചെറിയ ഒരു ബക്കറ്റോ ഒരു പാത്രമോ എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ വരും. അത് ഇൻഷാ അല്ലാഹ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം മനസ്സിൽ കരുതി വേണം നിങ്ങൾ നിയ്യത്ത് ചെയ്തിടാൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. കുഴപ്പമില്ല. നമ്മുടെ ക്ലാസിക് ഷിബു എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹം ഇൻഷാ അല്ലാഹ് എല്ലാ പ്രവർത്തനങ്ങളും അത് ഏറ്റെടുത്ത് നടത്തും. അല്ലാഹു സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 33 സലാത്തു ചൊല്ലണം. പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു 11 പ്രാവശ്യം ചൊല്ലണം. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മുതൽ നടക്കുന്ന സ്വലാത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാന്റെ ഇജാസിയത്തോടു കൂടിയുള്ള സ്വലാത്തായിരിക്കും. അങ്ങനെ ചൊല്ലുമ്പോൾ ഞാനും ഉസ്താദും ഒക്കെ യോഗ്യതയില്ലാത്തവരാണ്. പക്ഷെ മഹാന്മാര് ചൊല്ലാൻ പറഞ്ഞത് ചൊല്ലിയാൽ ഒരുപാട് നേട്ടവും ഒരുപാട് പുരോഗതിയും ജീവിതത്തിലുണ്ടാവും, നമ്മുടെ ആഖിറത്തിലും ഉണ്ടാവും. അപ്പോ അങ്ങനെ മഹത്തുക്കൾ പറഞ്ഞ ഒരു സ്വലാത്തിന്റെ ആത്മീയതയുടെ പ്രകാശമായിരിക്കും അടുത്ത മാസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുക. ഇന്ന് ഈ 33 സ്വലാത്തും 11 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും സഹോദരിമാരൊക്കെ ഒരു മുടി പോലും പുറത്തു കാണിക്കാതെ നല്ല റാഹത്തോടെ തല പൂർണ്ണമായി മറയ്ക്കുക. സഹോദരങ്ങൾ പരമാവധി കറച്ചീപ്പോ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഖമില്ലാത്ത ഒരു മാമയാണ് സാധു. അദ്ദേഹം ഇവിടുത്തെ രോഗികൾക്ക് ഒരു സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വതക്ക നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ. അതൊരു സന്തോഷത്തിനാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് നടത്തുന്നത്, ഈ ബക്കറ്റ്. അല്ലാതെ ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി കണക്കാക്കിയിട്ടല്ല. ഇവിടെ വരുന്നവര് സങ്കടത്തോടുകൂടി പറഞ്ഞത് ഉസ്താദെ അങ്ങനെ ഞങ്ങൾ വെറും മോശക്കാരാക്കരുത്. ഞങ്ങൾ വന്നിരിക്കുമ്പോൾ എല്ലാ വാദനം ചെയ്യുന്ന പോലെ 10 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാം. അത് ഒരു സന്തോഷമായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അല്ലാതെ ഇവിടെ നിങ്ങൾ ഇത്രയും പേര് എത്ര ചെയ്താലും ഇവിടെ തികയാൻ പോണില്ല. ഇവിടുത്തെ രോഗികൾക്ക് ഓപ്പറേഷൻ വന്നാലോ ചികിത്സ വന്നാലോ ഒന്നും നിങ്ങൾ എത്ര തന്നാലും തികയില്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, രോഗികൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ആവശ്യപ്രകാരം നിങ്ങളുടെ ഒരു മനസ്സിന്റെ സമാധാനത്തിനാണെന്ന് മാത്രം കരുതുക. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മഅരിബ് നമസ്കാരത്തിനും മഅരിബ് ബാങ്കിനും ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഈ അറഫ ഹോസ്പിറ്റലിനകത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും ചികിത്സയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രോഗികൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണമായ ആരോഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഒരു 33 സലാത്ത് സന്തോഷത്തോടെ ചൊല്ലുക. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.